ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 55. നിന്നോടാരാ പറഞ്ഞേ ഇത് കണ്ടിച്ചു കളയാൻ? മഹാദേവന്റെ കണ്ണുകൾ ചുവന്നു കയറിയത് വളരെ പെട്ടെന്നായിരുന്നു. ആരും പറഞ്ഞില്ല സർ. അത് കണ്ടതും പതുങ്ങിയ ശബ്ദത്തിൽ പേടിയോടെ ഉത്തരം നൽകി പെണ്ണ്. പിന്നെന്തിനു വെട്ടി? അവന്റെ മുരളിച്ച വൈശ്വന്റെ ചെവിയിൽ കാറ്റുപോലെ പതിഞ്ഞു. അവൻ ആ പെണ്ണിനോട് അകാരണമായ പേരറിയാത്ത ഒരു ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം തനിക്ക് വേണ്ടി ഒരുവൾ മാറിയിരിക്കുന്നുവെന്ന ചിന്ത പോലും അവനെ ഭ്രാന്തി പിടിപ്പിക്കുന്നതായിരുന്നു. ഇവളാര് തനിക്ക് വേണ്ടി ഇവളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ശീലങ്ങളും ഒക്കെ മാറ്റിവെക്കുവാൻ എന്ന ആലോചനയായിരുന്നു മഹാദേവൻ അപ്പോൾ. അവളുടെ പ്രണയത്തോടെയുള്ള ഇത്തരം പ്രവർത്തികൾ അത്രത്തോളം അവൻ്റെ മനസ്സിനെ ഉലച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. പ്രണയവും വിവാഹവും ഒന്നും വേണ്ട എന്ന് നനച്ചു ജീവിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന് കൂടുകൂട്ടാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണ്. അവൻ്റെ മനസ്സിൽ വൈശാഖിയുടെ ചിത്രം അതായിരുന്നു. പക്ഷേ ആ ഒരുവളുടെ ദുഷ്കരമായ ജീവിതവും നിസ്സഹായതയും ദേവന്റെ നാവിനെ പലപ്പോഴും പൂട്ടിക്കളഞ്ഞു. വാടകക്കാരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ താൻ എന്തിനു ഇടപെടണമെന്ന് അവനിലെ കർക്കശക്കാരനായ സ്വാർത്ഥനായ പിശുക്കൻ പലവട്ടം ചിന്തിച്ചുവെങ്കിലും ആ ഒരുവളുടെ സങ്കടവും കണ്ണുനീരും തൻ്റെ വീട്ടുകാരെ പോലെ തന്നെ ഈടിയായി ബാധിച്ചിരിക്കുന്നെന്നുള്ള സത്യം അവനെ ഒട്ടൊന്ന് ആശ്ചര്യപ്പെടുത്തി. ഞാൻ സാറിനെ വേദനിപ്പിച്ചില്ലേ? ദേഹം മുറിഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ടാ വെട്ടിക്കളഞ്ഞേ. വളരെ ബന്ധപ്പെട്ട് വാക്കുകൾ പെറുക്കിക്കൂട്ടി പറയുമ്പോൾ പലയിടത്തും വൈശാഖി ഏങ്ങിപ്പോയിരുന്നു. ആ, ഇനി ഇത് ആവർത്തിക്കരുത്. പെണ്ണിൻ്റെ കണ്ണുനീര് കണ്ടിട്ടാവണം മഹാദേവൻ പിന്നീടൊന്നും പറഞ്ഞില്ല. വൈശുവിൻ്റെ സങ്കടം ഉള്ളുലച്ചതുകൊണ്ടാവാം അവൻ തെല്ലൊന്നടങ്ങിയെന്ന് തോന്നുന്നു. തൻ്റെ ദേഷ്യത്തെ സ്വയം അടക്കി. ഗൗരവത്തോടെ അവളെ ഒരു വട്ടം കൂടി ഉറ്റുനോക്കിയിട്ട് തനിക്ക് മുൻപിലായിരിക്കുന്ന ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്നു പിടിച്ചു. ഇതെല്ലാം പഠിച്ച് അരമണിക്കൂറിനുള്ളിൽ എന്നെ പറഞ്ഞു ഏൽപ്പിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ചില പോർഷൻസ് എടുത്ത് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് അവൻ അവളുടെ മുൻപിലായി നിരക്കി നീക്കി വെച്ചു കൊടുത്തു. ആ, കണ്ണും മുഖവും കൈവെള്ള കൊണ്ട് പൊടുന്നനെ അമർത്തി തുടച്ചിട്ട് വൈശാഖി അവനെ നോക്കി സമ്മതത്തോടെ തലയാട്ടി കാട്ടി. അപ്പോഴും അവളിൽ നിന്ന് ഏങ്ങലടികൾ നേർത്ത ശബ്ദത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അത് മഹാദേവനെ ഒട്ടൊന്ന് അലോസരപ്പെടുത്തി. ഇവൾ എന്തിനാ ഇങ്ങനെ കടന്ന് കരയുന്നേ? അതിന് മാത്രം ഞാൻ എന്തു പറഞ്ഞു? നഖം എന്തിനാ വെട്ടിക്കളഞ്ഞെന്ന് ചോദിച്ചു. അതിപ്പോൾ ഇത്രയും വലിയ കുറ്റമാണോ? എൻ്റെ ദേഹം മുഴുവൻ മാന്തി പൊളിച്ചതുകൊണ്ട് ദേഷ്യം വന്നതുള്ള കാര്യം നേരെ എന്നും പറഞ്ഞ് ഇങ്ങനെ വെട്ടിക്കളയാവോ? ഒരു ബുക്ക് എടുത്ത് മുൻപിൽ വെച്ച് വായിക്കുവാൻ തുടങ്ങിയെങ്കിലും മഹാദേവന്റെ നോട്ടം ഇടയ്ക്കെപ്പോഴോ വൈശുവിൻ്റെ നേർക്ക് നീണ്ടു. പഠിക്കുന്നുണ്ട് പെണ്ണ്. ഇടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നു, ഏങ്ങലടിക്കുന്നു. ഒന്നാമത് ചുവപ്പ് കയറിയ മുഖമാണ് ഇവിടേത്. അതാണിപ്പോൾ ആപ്പിള് പോലെ ചുവന്ന് കിടക്കുന്നത്. ഹോ! അവളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തിട്ട് ദേവൻ തൻ്റെ പഠനത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു. എടി കൊച്ചെ, നീ ഇങ്ങനെ മൂളിയായിട്ടിരുന്നാൽ ശരിയാവില്ല കേട്ടോ. ബുള്ളറ്റ് കൊണ്ടുപോയി ചെന്ന് കോളേജിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നതിനിടയിൽ ഭാസ്കരൻ വീണ്ടും അവളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. വേണ്ട ബാലു, അതൊന്നും വേണ്ട. ആരുടെ സ്നേഹം നമുക്ക് വാശി കാട്ടിയോ ദേഷ്യപ്പെട്ടോ ഒന്നും തട്ടിയെടുക്കാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ. എനിക്ക് കോഴ്സ് തീരുന്നിടം വരെ മംഗലത്ത് നിൽക്കണം, നിങ്ങളുടെ കൂടെ. 3 വർഷം സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. വെറുതെ ഇനിയും സാറിൻ്റെ വെറുപ്പ് കൂട്ടാൻ എനിക്ക് വയ്യ. വണ്ടിയുടെ പിന്നിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ അവൾ ഒട്ടൊരു ഉറപ്പോടുകൂടി പറഞ്ഞു. ഇതാ നിന്റെ കുഴപ്പം. ഓരോന്നിരുന്ന് ആവശ്യമില്ലാതെ ആലോചിച്ച് ഈ കുഞ്ഞിത്തലയെ കൂട്ടി വെച്ചോളും. ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ കാത്തു നിൽക്കുന്ന വൈശാഖിയുടെ തോളിനിട്ട് കളിയായി ഒരു തട്ട് കൊടുത്തു ഭാസ്കരൻ. ഒന്ന് വേഗം ബാ ബാലു, നമ്മളിന്ന് താമസിച്ച. ആ സംഭാഷണം കൂടുതൽ നീട്ടാൻ താല്പര്യമില്ലാതെ വൈശാഖി ഭാസ്കരൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു. ഭാസ്കര. ഹിസ്റ്ററി ബ്ലോക്കിന് നേരെ നടക്കുമ്പോഴാണ് പ്രിൻസിപ്പാൾ സേതുമാധവൻ അയാളെ പിന്നിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു. സേതു, നീയോ? തിരിഞ്ഞു നോക്കിയ ബാലു അയാളെ കണ്ടതും ഒരു ചിരിയോടെ വലത്തെ കൈ ഉയർത്തി വീശിക്കാട്ടിക്കൊണ്ട് നിന്നെടുത്ത് തന്നെ നിന്നു. വൈശാഖിയും ഭവ്യതയോടെ തിരിഞ്ഞു നിന്ന് വിശ്വസ് പറഞ്ഞു. എടാ, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. സേതു വൈശാഖിയെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ബാലുവിൻ്റെ കയ്യിൽ സൗഹൃദത്തോടെ കടന്നു പിടിച്ചു. എന്താടാ? ഭാസ്കരൻ കാര്യം തിരക്കി. കഴിഞ്ഞ ദിവസം വൈശാഖിയും റോസ്നയും ശ്രമിച്ചവന്മാരെ
സ്കൂളിൽ നിന്നും പറഞ്ഞുവിട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായിരിക്കും ഈ വിളി എന്ന കാര്യം അയാൾ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തിരുന്നു. മോള് ക്ലാസ്സിലേക്ക് നടന്നു. ഇവനെ ഇപ്പോൾ വിടാം. സേതു അവളെ നോക്കി ചിരിച്ചതും വൈശാഖി സമ്മതത്തോടെ തലയൊന്നാട്ടിക്കൊണ്ട് തിരിഞ്ഞ് ഹിസ്റ്ററി ബ്ലോക്കിന് നേർക്ക് മെല്ലെ നടന്നു. ബ്ലോക്കിൻ്റെ പടികൾ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എതിരായി നടന്നു വന്ന നീരജയെ വൈശു ഇടിക്കുവാനായി ചെന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ വൈശാഖി ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് ഇറങ്ങി ഒരു വശത്തേക്ക് മാറിക്കൊടുത്തു. സോറി മാഡം. അവരുടെ മുറുകിയ മുഖത്തേക്ക് നോക്കി പെണ്ണ് മെല്ലെ പറഞ്ഞു. വെറുതെ വഴക്കടിക്കുവാൻ ആർക്കാണിഷ്ടം? ഈയിടെയായിട്ട് വൈശാഖിയുടെ കണ്ണ് മുഖത്തൊന്നും അല്ലെന്നാ തോന്നുന്നേ. സ്റ്റാഫ് റൂമിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ചുള്ള മഹാദേവന്റെ അപമാനം ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത് കൊണ്ടാവാം നീരജ അവളെ ദേഷ്യപ്പെട്ട് നോക്കിയത്. സോറി മാഡം. വീണ്ടും ഒരു ക്ഷമാപണം നടത്തി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വൈശാഖി ശ്രമിച്ചു. മഹാദേവൻ കെട്ടാൻ പോണതുകൊണ്ടായിരിക്കും നിനക്കിത്ര അഹങ്കാരം. അപ്പോഴും അവളെ വെറുതെ വിടാൻ നീരജ ഒരുക്കായിരുന്നില്ല. മാഡം, ഞാൻ സോറി പറഞ്ഞില്ലേ, എന്നെ വെറുതെ വിട്. അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു. മനസ്സറിയാത്ത കാര്യത്തിന് കുറേയായി മാഡത്തിൻ്റെ വായിൽ നിന്നും താൻ ആവശ്യമില്ലാത്ത ഓരോന്നും കേൾക്കാൻ തുടങ്ങുന്നു. അതും വ്യക്തിവൈരാഗ്യം പോലെയാ. കഴിഞ്ഞ ദിവസം സാറ് ഇവർക്ക് വയറു നിറച്ച് കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ മുറുമുറുപ്പായിരിക്കും ഇപ്പോൾ തന്നോട് കാട്ടുന്നതും. വൈശാഖി മനസ്സിൽ ചിന്തിച്ചു. ചെല്, നിന്റെ സാറ് നിന്നെ നോക്കി കണ്ണു അഴച്ചിരിപ്പുണ്ട്. എന്തായാലും കൊള്ളാം. നിൻ്റെയൊക്കെ ഒരു ഭാഗ്യവേ. നിനക്കൊക്കെ വീടും കോളേജും ഒരുപോലെയാ. കണ്ടവന്മാരെയൊക്കെ കറക്കിയെടുക്കാൻ എന്താണേലും നല്ല കഴിവാ കേട്ടോ. പുച്ഛവും അസൂയയും ഒരുപോലെ നീരജയുടെ കണ്ണുകളിൽ മിന്നിത്തിളങ്ങി. വൈശാഖി, ഇങ്ങി കയറി വാ. പൊടുന്നനെയാണ് വരാന്തയിൽ നിന്നും മഹാദേവന്റെ ശബ്ദം ഉയർന്നു കേട്ടത്. അത് അപ്രതീക്ഷിതമായതിനാൽ തന്നെ വൈശാഖിയെ നീരജയും ഒരുപോലെ ഞെട്ടുകയും ചെയ്തിരുന്നു. നോക്കിയപ്പോൾ കണ്ടു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ആ ഒരുവനെ ദഹിപ്പിക്കുന്ന രീതിയിൽ നീരജയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. സർ. അവൾ ധൃതിയിൽ പടികൾ കയറി. അത് നീരജയിൽ നിന്ന് ഇത്തിരി അകന്നു മാറി. നിനക്കെന്താ ഇവരുടെ അടുത്ത് കാര്യം? ചോദ്യം തൻ്റെ അരികിലായി വന്നു നിൽക്കുന്ന വൈശുവിനോടായിരുന്നുവെങ്കിലും നോട്ടം മാത്രം അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന നീരജയിലേക്കായിരുന്നു എന്ന് മാത്രം. അത് ഒന്നുമില്ല സാർ, ഒന്നുമില്ല. ഒരു വഴക്കുണ്ടാക്കാൻ വൈശാഖിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ദേവനോട് പറയുവാൻ താല്പര്യപ്പെട്ടില്ല. ആ, ക്ലാസ്സിലേക്ക് നടന്നു. പൊടുന്നനെ ഒരു അധികാരഭാവം അവനിലുണ്ടായി. ആ, തലയാട്ടി ക്ലാസ്സിന് നേരെ നടന്നുപോയി പെണ്ണ്. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒരിക്കലും നിന്റെ സ്വഭാവം മാറ്റില്ല എന്നും എനിക്കറിയാം. പക്ഷേ അതും വെച്ചോണ്ട് വൈശാഖിയുടെ മണ്ടക്കിറൻ ചെന്ന് ഇവിടെ ആരും നോക്കിയിരിക്കില്ല കേട്ടോ. ഓർത്ത് വെച്ചോ നീരജ മാഡം നീ ഇത്. വളരെ ശാന്തതയോടെയാണ് അവനത് പറഞ്ഞുവെങ്കിലും കണ്ണുകളിൽ ഒരു തീയായിരുന്നു ഒരുത്തിക്ക് വേണ്ടിയുള്ളത്. മുത്തശ്ശ. കട്ടിലിൽ കിടന്നുകൊണ്ട് ദീപക് അടുത്തിരിക്കുന്ന ആളെ ദയനീയമായി വിളിച്ചു. ബെഡിനരികിലായി ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ കാലിലേക്ക് നോക്കിയിരുന്ന ആ വൃദ്ധൻ തൻ്റെ കൊച്ചുമകൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ ഉറ്റുനോക്കി. പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ, മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചർ. ഇപ്പോൾ റിട്ടയർഡായി വീട്ടിലിരിപ്പാണ്. എങ്കിലും സംശയ നിവാരണത്തിനും മറ്റുമായി ഇപ്പോഴും അയാളെ കാണാൻ വരുന്നവർ ധാരാളമാണ്. ദീപകിൻ്റെ അച്ഛൻ്റെ അച്ഛൻ. മകനും മരുമകളും ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോയതിനു ശേഷം ആകെയുള്ളൊരു കൊച്ചുമകനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചയാൾ. ഭാര്യ 2 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയതുകൊണ്ട് മുത്തശ്ശനും കൊച്ചുമകനും മാത്രമാണ് വീട്ടിൽ. ദീപകിനെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കിയതും ശിഷ്യനായ രാജശേഖരൻ്റെ ഹോസ്പിറ്റലിൽ ഉപരിപഠനത്തിനും എക്സ്പീരിയൻസിനുമായി ജൂനിയർ ഡോക്ടറായി കയറ്റിയതും ഒക്കെ അയാളായിരുന്നു. പക്ഷേ ദീപകിൻ്റെ വൃത്തികെട്ട മുഖം ആ പാവത്തിന് അറിവില്ലാത്തതാണ്. എന്താ മോനെ? കൊച്ചുമകൻ്റെ കിടപ്പിൽ ആ വൃദ്ധൻ്റെ മനസ്സ് തൊന്നു. അയാൾ അവൻ്റെ വലത്തെ കൈയിൽ മെല്ലെ പിടിച്ചു. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. മുഖത്ത് നാണം വരുത്തി ദീപക് ഒരു ചമ്മിയെ ചിരിച്ചു. ആരാ കുട്ടി? MD കഴിഞ്ഞ കൊച്ചുമകനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ കാത്തിരുന്ന ഉണ്ണികൃഷ്ണന് അതൊന്നും മതിയായിരുന്നു മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ. കൊച്ചുമകൻ്റെ അഭിനയത്തിൽ ആ പാവം വൃദ്ധൻ വീണുപോയി. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ തൻ്റേതെന്ന് പറയുവാൻ മാത്രമുള്ളൊരു രക്തബന്ധത്തെ
അയാൾ അമിതമായ സ്നേഹം കാരണം അന്ധമായി വിശ്വസിച്ചു എന്നതാണ് സത്യം. വേറാരുമല്ല, രാജശേഖർ സാറിൻ്റെയും നന്ദിത മാഡത്തിൻ്റെ മോള, നമ്മുടെ വൈശാഖി. ഇഷ്ടപ്പെട്ടു പോയതാ മുത്തശ്ശ, എതിര് പറയരുത് പ്ലീസ്. ഒരു കരച്ചിലോടെ ദീപക് അയാളുടെ കൈ കവർന്നു. സാറങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ദീപകിനെ എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ടും എൻ്റെ മകൾ വൈശാഖിക്ക് ചേരുന്നവൻ. ഉണ്ണികൃഷ്ണൻ സാറിനോട് സംസാരിക്കുമ്പോൾ രാജശേഖരൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. ദീപക് നല്ലൊരു സമർത്ഥനായ ഡോക്ടറാണ്. മുത്തശ്ശൻ്റെ കഴിവുകൾ അതേപടി കിട്ടിയിട്ടുള്ളയാൾ. അതുകൊണ്ട് തന്നെ ജൂനിയർ ഡോക്ടർമാരിൽ തനിക്ക് ദീപകിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അതുമാത്രമല്ല, നന്ദിതയ്ക്കും അവൻ പ്രിയപ്പെട്ടവനാണ്. അവനോടുള്ള സ്നേഹക്കൂടുതലും വിശ്വാസവും ഒന്നും ഉള്ളത് കൊണ്ട് മാത്രമാണ് തൻ്റെ വീട്ടിൽ വരുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും ദീപകിന് തങ്ങൾ കൊടുത്തത്. അവൾ പഠിക്കുവാണെന്നറിയാം, ദീപക് ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണം പെട്ടെന്നൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി. പക്ഷേ അതിനു മുന്നേ ഒന്ന് വാക്കുറപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ. മുത്തശ്ശൻ പ്രതീക്ഷയോടെ രാജശേഖരനെ നോക്കി. ഞാനൊന്ന് നന്ദിതയോടും കൂടി ചോദിച്ചിട്ട് ഇതിലൊരു അഭിപ്രായം പറയാം സാർ. എല്ലാം ഒത്തുവരികയാണെങ്കിൽ നിശ്ചയം അങ്ങ് നടത്തി വെച്ചേക്കാം, എന്താ? അയാൾ തൻ്റെ പ്രൊഫസറിനെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു. മോളുടെ ഇഷ്ടം കൂടെ ഒന്ന് അറിഞ്ഞേക്കണം രാജശേഖര. അവൾക്കും ഉണ്ടാവില്ലേ ഇഷ്ടാനിഷ്ടങ്ങൾ? ഉണ്ണികൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. അവളോട് എന്ത് ചോദിക്കാനാ സാറേ? ഞങ്ങളുടെ തീരുമാനമാ അവിടെയും തീരുമാനം. ഒന്നാമതെ പഠിക്കത്തില്ല, അതിനൊട്ട് ആഗ്രഹവും ഇല്ല. എൻട്രൻസ് എഴുതാൻ പറഞ്ഞിട്ട് അവളെ കൊണ്ട് അത് പറ്റില്ലെന്ന്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഡിഗ്രി പഠിക്കുക, അത് ഹിസ്റ്ററി, നന്ദിതയുടെ വീട്ടുകാരുടെ കെയർ ഓഫിൽ. അത് പറയുമ്പോൾ രാജശേഖരൻ്റെ മുഖത്ത് പുച്ഛമായിരുന്നു ആവോളം. ആ കുട്ടിക്ക് അതായിരിക്കും ഇഷ്ടം രാജ. എല്ലാവർക്കും ഇപ്പോൾ ഡോക്ടർ ആവാനുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരിക്കും. ഉണ്ണികൃഷ്ണൻ അയാൾ പറഞ്ഞത് വളരെ അലസായിട്ടെടുത്തു. ആ, ബഹുമാന്യമായ വ്യക്തിയോട് കൂടുതൽ വാദങ്ങൾ നടത്തുവാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ പിന്നീട് വൈശാഖിയെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, മൗനമായിട്ടിരുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങുന്ന രാജ. നന്ദിതയോടും മോളോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് നമുക്കിതിലൊരു തീരുമാനം ഉണ്ടാക്കാം. ധൃതി വേണ്ട കേട്ടോ, എല്ലാം ആലോചിച്ച് പതിയെ മതി. ഉണ്ണികൃഷ്ണൻ തൻ്റെ വലത്തെ കയ്യിലിരുന്ന വാക്കിംഗ് സ്റ്റിക്കിൻ്റെ പിടിയിൽ മുറുക്കെ പിടിച്ചു. എന്നിട്ട് മെല്ലെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് രാജശേഖരൻ്റെ OP ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. അതേസമയം ആ ഹോസ്പിറ്റലിൻ്റെ തന്നെ തൊട്ടു മുകളിലത്തെ റൂമിൽ കിടക്കുന്ന ഒരുവൻ്റെ മനസ്സിൽ തൻ്റെ പദ്ധതിയുടെ ആദ്യഘട്ടം കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു. മുത്തശ്ശൻ പോയാൽ നടക്കാത്ത കാര്യങ്ങളോ? ബാലഭാസ്കരാ, നീ നോക്കിയിരുന്നോ, കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തൻ്റെ പ്ലാസ്റ്റർ ഇട്ട കാലിന് മുകളിൽ കൂടി വിരലുകൾ ഓടിച്ചുകൊണ്ട് ദീപക് ഉച്ചത്തിൽ ചിരിച്ചു. ഇത് അവന് വേണ്ടി തന്നെയാണോ? വൈശാഖി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഷർട്ടിലേക്ക് നോക്കി ബാലു ഒട്ടൊരു സംശയത്തോടെ ചോദിച്ചു. പിറ്റേ ദിവസത്തെ മഹാദേവൻ്റെ പിറന്നാളിന് ഒരു ഗിഫ്റ്റ് വാങ്ങുവാൻ വേണ്ടി കോളേജ് വിട്ടതിന് ശേഷം ടൗണിലെ മാളിലേക്ക് പോയതായിരുന്നു രണ്ടും കൂടെ. ഇതിനെന്താ കുഴപ്പം? ഇത് നല്ലതല്ലേ ബാലു? കയ്യിലിരിക്കുന്ന LPയുടെ പേസ്റ്റൽ കളറിലുള്ള സ്ലിം ഫിറ്റ് ഷർട്ടിലേക്ക് നോക്കി പെണ്ണ് ചുണ്ടു ചുളുക്കി. ഇന്ന് നല്ലതായതുകൊണ്ടാ കൊച്ചു കുഴപ്പം. കൊടുത്തിട്ട് ചീത്ത കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ വാങ്ങിച്ചു കൊടുത്തോ, ബാലു ചിരിയോടെ പറഞ്ഞു. എന്തിനാ സാറ് ചീത്ത പറയണേ? വൈശാഖിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായില്ല. എടി പൊട്ടിക്കാളി, ഈ ഷർട്ടിൻ്റെ വില എത്രയാ? സ്വയം തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ബാലു ചോദിച്ചു. 4100. അവൾ നിഷ്കളങ്കായി പറഞ്ഞു. അതാണ് കുഴപ്പം. ഇത്രയും വിലയുടെ വാങ്ങിക്കൊണ്ട് ചെന്നാ എൻ്റെ ചെക്കന് ഹാലിളകും. അതും പോരാ, ഏതും പോരാത്ത ആ പിശുക്കൻ്റെ താണ്ഡവം കാണണമെന്ന് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു പോയി ബാലു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പെണ്ണിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു. എൻ്റെ വൈശു കൊച്ചേ, അവൻ ഈ ബ്രാൻഡൊന്നും പിടിക്കത്തില്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ള രാമേട്ടൻ്റെ ജൗളിക്കടയ്ക്ക് അപ്പുറമുള്ള ഒരു കട അവൻ അറിയത്തുമില്ല. ബാലു തൻ്റെ താടി കൈവെള്ളയിൽ താങ്ങിയിരുന്നു. ഏത്? ആ കുഞ്ഞിക്കടയോ? തയ്യക്കടയുടെ അടുത്തിരിക്കുന്നത്? വൈശു തിരക്കി. കോളേജിലേക്ക് പോരുന്ന വഴിയാണ് രാമേട്ടൻ്റെ ജൗളിക്കട. ഒരു കുഞ്ഞു കടയാണ്. ഒരുപാട് കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. പുതിയ ട്രെൻഡുകളും ഇല്ല. ആ നാട്ടിലെ വയസ്സായവർ വല്ലവരും അങ്ങോട്ടേക്ക് പോയാൽ പോയി. കൂടുതലും തുണിയാണ് മുറിച്ചു കൊടുക്കുന്നത്. വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള കടയിൽ തയ്ക്കാൻ കൊടുക്കണം. അതന്നെ. ഭാസ്കരൻ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ ചിരി അമർത്തിക്കളഞ്ഞു.
വൈശായിക്ക് അത് കേട്ടിട്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. മഹാദേവൻ അങ്ങനെയാണ്. അങ്ങനെ ആയില്ലെങ്കിലേ ആശ്ചര്യപ്പെടേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? പെണ്ണിന് സങ്കടം വന്നു. ഇതെന്നെ കൊടുക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? ബാലു ഒരു ഉറപ്പിന് വേണ്ടി ഒരിക്കൽ കൂടി തിരക്കി. പതിയെങ്കിലും അവളൊന്ന് മൂളി. എങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട്. ബാലു എന്തോ വലിയ കാര്യം പറയാൻ പോകുന്നത് പോലെ മുരടനക്കി. എന്തു വഴി? അവൾ പൊടുന്നന്നെ ശ്രദ്ധയോടെ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതിൻ്റെ പ്രൈസ് ടാഗും ബ്രാൻഡ് ടാഗും അങ്ങ് കണ്ടിച്ചു കളഞ്ഞേക്ക്. ഇനി ഇത് കണ്ടിട്ട് വല്ല സംശയം ആ ചെക്കന് തോന്നിയാ LPയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. രഹസ്യം പോലെ ബാലു പറഞ്ഞു. അത് മതിയല്ലേ? അവൾ നിറഞ്ഞ ആശ്വാസത്തോടെ തലയാട്ടി. അപ്പോഴാണ് വൈശാഖിയുടെ മുഖത്തൊരു വെളിച്ചം പടർന്നത്. തൽക്കാലത്തേക്ക് അത് മതി. ബാ, ബില്ല് ചെയ്തിട്ട് പോയേക്കാം. ബാലു എഴുന്നേറ്റു. പോകാം. അവൾ ആ ഷർട്ട് സെയിൽസ് ഗേളിൻ്റെ കയ്യിലേക്ക് പാക്ക് ചെയ്യുവാനായി കൊടുത്തു. എന്നിട്ട് ക്യാഷ് കൗണ്ടറിൽ പോയി ബില്ലടച്ചു. എല്ലാം കഴിഞ്ഞ് ഷർട്ടും വാങ്ങി മാളിൻ്റെ പുറത്തേക്ക് നടക്കുമ്പോൾ ആദ്യമായി ആ ഒരുവന് വേണ്ടി പ്രണയസമ്മാനം വാങ്ങിയതിൻ്റെ ത്രില്ലിലായിരുന്നു പെണ്ണ്. ഇതെന്തുവാ കൊച്ചേ? ഹോ, ഇതുങ്ങൊക്കെ എന്നാ വെളുപ്പാ. മൈദാമാവിൽ മുക്കിയെടുത്ത പോലുണ്ട്. വൈകിട്ടത്തെ ചായ കുടിയും കഴിഞ്ഞ് ഹാളിലിരുന്നൊരു കൊറിയൻ ഡ്രാമ കാണുന്ന തിരക്കിലായിരുന്നു വൈശാഖി. അപ്പോഴാണ് പത്മാവതി അങ്ങോട്ടേക്ക് ചെന്നവളുടെ അടുത്തായി ഇരുന്നത്. ഇത് കൊറിയൻ ഡ്രാമയാ മുത്തശ്ശി. അവരുടെ നിറവിങ്ങനെയാ, നല്ല വെളുപ്പാ. ഫോണിൽ നിന്ന് മുഖമുയർത്തി പെണ്ണ് അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിഞ്ഞു. ഡ്രാമയോ? അതെന്നതാ കൊച്ചേ? പത്മാവതിക്ക് അവൾ പറയുന്ന കാര്യം പിടികിട്ടിയില്ല. മുത്തശ്ശി എന്നും വൈകിട്ട് കാണുന്ന സീരിയൽ പോലെയാ ഇതും. അവൾ വിവരിച്ചു കൊടുത്തു. ആണോ കൊച്ചേ? ആട്ടെ, ഇതെങ്ങനെയാ, കൊള്ളാവോ? അവർ ആകാംക്ഷയോടെ തിരക്കി. പിന്നില്ലേ, സൂപ്പറാ മുത്തശ്ശി. ബാംഗ്ലൂരിലിരുന്നപ്പോൾ ഞാൻ മിക്കവാറും കാണുമായിരുന്നു. എനിക്കവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അത് പറഞ്ഞപ്പോൾ ശബ്ദം ഒന്നിടറിയെങ്കിലും അവളൊരു ചിരിയോടെയാണ് ഫോൺ പത്മത്തിൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തത്. ക്വീൻ ഓഫ് 10 ഇയേഴ്സ് എന്ന ഫിക്ഷണൽ ഡ്രാമയാണ് പെണ്ണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു റൊമാൻറ്റിക് സ്റ്റോറി. അതിലെ ഓരോ ഭാഗങ്ങളും ഇഷ്ടത്തോടെ സ്വയം മറന്ന് കണ്ടുകൊണ്ടിരുന്നു പോയി പത്മാവതി. അവർക്കിതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. കിമ്മിൻ്റെ സീനൊക്കെ വരുന്ന സമയം വൈശാഖിക്ക് ഇത്തിരി ചമ്മൽ അനുഭവപ്പെട്ടെങ്കിലും അതൊന്നും തന്നെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്ന രീതിയിലായിരുന്നു പത്മത്തിൻ്റെ ഇരിപ്പ് പോലും. ഇതിൻ്റെ മുന്നിൽ നമ്മുടെ സീരിയലൊക്കെ വെറും തറയാ അല്ലേ കൊച്ചേ? ആവേശത്തിൽ വൈശുവിൻ്റെ കയ്യിലിരുന്ന ഫോൺ പത്മൻ തൻ്റെ കയ്യിലേക്ക് വാങ്ങി പിടിച്ചു. വൈശു മറുപടിയായി ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഇത് TV-യിൽ വരുമോ കൊച്ചേ? അവരിൽ വീണ്ടും ആകാംക്ഷ. ഇല്ല മുത്തശ്ശി, ഇത് ഫോണിൽ കാണാനേ പറ്റൂ. ഷടാ, ഇതിപ്പോൾ ഇടങ്ങേറായല്ലോ. എൻ്റെയിലുള്ള ഫോണ് മറ്റേ കട്ട ഞെക്കുന്നതാ കൊച്ചേ. അതിനകത്തൊന്നും കാണാൻ പറ്റൂല. അവരുടെ മുഖം സങ്കടത്തോടെ ചുളുങ്ങി. അതിനിപ്പോൾ എന്താ മുത്തശ്ശി, കാണാൻ തോന്നുമ്പോഴൊക്കെ എൻ്റെ ഫോണിൽ കണ്ടോന്നേ. അവൾ പത്മത്തിൻ്റെ തോളിൽ ഒന്ന് തട്ടി. അത് ശരിയാ. അവരുടെ ശ്രദ്ധ വീണ്ടും ഫോണിലേക്കായി. ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതും തികഞ്ഞു. ഇനി ഞാൻ നെറ്റ്ഫ്ലിക്സിന് കൂടെ ചാർജ് ചെയ്യേണ്ടി വരുമോ? പുറത്തുപോയി അപ്പോഴേ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തിയ മഹാദേവൻ ഇരുവരും കൊറിയൻ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്ന ബോണ്ടയെയും വൈശുവിനെയും നോക്കി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. വായിക്കുന്നവർ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്കെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ മറക്കാതെ അത് ചെയ്യണേ. പിന്നെ സ്റ്റോറിക്ക് വേണ്ടി കമൻറ്റുകളും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേച്ച് പോണേ.